നമ്മൾ ഈ വീഡിയോയിൽ ഒരു വെറൈറ്റി പ്രൊജക്ടൈൽ മോഷനാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്ര ദിവസം പഠിച്ച എങ്ങനെയായിരുന്നു? ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ മോഷൻ അല്ലെ? ഗ്രൗണ്ടിൽ തുടങ്ങിയിട്ട് ഗ്രൗണ്ടിൽ ചെന്ന് അവസാനിക്കുന്നത്. ഫുട്ബോൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് എറിയുന്നത്, കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടി ക്രോസ് ചെയ്ത് എറിയുന്നത്, അല്ലെങ്കിൽ ഹൈ ജമ്പ് എന്ന് വേണം പറയാം കേട്ടോ. അപ്പം നോക്കിയോ, ഇവിടെ പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം എ ടവർ, ഒരു ടവറിന്റെ പൊക്കത്ത് നിന്ന് ഒരാൾ എറിയാണ് കല്ല്. മനുഷ്യന്റെ പൊക്കം നമ്മൾ കൂട്ടുന്നില്ല. ഇനി പൊക്കം കൂട്ടുന്ന കണക്കാണെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ, വലിയൊരു മനുഷ്യൻ ഇവിടുന്ന് ഒരു കയ്യിൽ നേരെ എറിയുന്നത് കേട്ടോ. ഈ ഹൈറ്റിൽ തന്നിട്ടുണ്ടാവാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എറിയുന്നത്. അതാകാം കോമൺ ആയിട്ട് ചോദിക്കുന്നത് ഇത് ടവറിന്റെ പൊക്കത്ത് നിന്ന് നേരെ എറിയുന്ന കണക്കാ ചോദിക്കുന്നത്. സാധാരണ പ്രോബ്ലം വരുന്നത് എവിടെയെന്നറിയോ? ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ഈ ഫ്ലൈറ്റിൽ നിന്ന് ഒരു കല്ല് ഇവിടെ നിന്ന് എറിഞ്ഞു, അല്ലെ കല്ല് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലഡൊക്കെ ഉണ്ടായില്ലേ, അന്നേരം നമ്മൾ കെട്ടിടത്തിന്റെ മുകളിൽ ഓരോ ആൾക്കാരൊക്കെ വന്ന് നിൽക്കാൻ ഇവിടെ നിൽക്കും. ഫ്ലഡല്ലേ, ഫുള്ള് വെള്ളമാണ്, പിന്നെ മുകളിൽ നിൽക്കുകയാണ്. അന്നേരം ഇങ്ങനെ എയറോപ്ലെയിനിലൊക്കെ വന്നിട്ട് ആൾക്കാർ ഭക്ഷണം ഇട്ട് കൊടുക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എവിടെ നിന്ന് ഇട്ട് കൊടുത്താലാണ് കറക്റ്റ് ഇവരുടെ കയ്യിലേക്ക് എത്തുന്നത്. കാരണം ഇവർ സ്പീഡ് വരും അല്ലേ, സ്പീഡ് വരുമ്പോൾ നേരെ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നേരെ ഇട്ട് നിങ്ങൾ ആലോചിക്കുക, എവിടെയും പോവാം, കുറച്ച് അപ്പുറേക്ക് പോയി നിൽക്കാം. അപ്പം അങ്ങനത്തെ കണക്കുകളാണ് ഈ പാഠഭാഗത്ത് നിന്ന് ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ടവറിന്റെ ഹൈറ്റ് h, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് r. നമുക്കിവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ച പോലെ ഈ 3-4 ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മുടെ കയ്യിൽ വേണ്ടതല്ല ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇവിടുന്ന് ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ ഞാൻ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുക. നമ്മൾ എന്താ ചെയ്തിരുന്നത്? 2 ഡയമെൻഷൻ മോഷൻ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും രണ്ടായി തിരിച്ചിട്ട് 1 ഡയമെൻഷൻ മോഷനാക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പോൾ ഈ യു എന്ന വെലോസിറ്റിനെ, ഇത് തീറ്റ ആംഗിൾ ആണെങ്കിൽ ഈ ആക്സിസിലേക്ക് യു കോസ് തീറ്റയും ഇങ്ങോട്ടേക്ക് യു സൈൻ തീറ്റ ആക്കിയിട്ട് മാറ്റിയിട്ട് നമ്മൾ എക്സിലേക്കുള്ള മോഷൻ വൈയിലേക്കുള്ള മോഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും വെലോസിറ്റിനെ നമ്മൾ എക്സിലേക്കും വൈയിലേക്കും മാറ്റി നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഈ റേഞ്ചും ഹൈറ്റും ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഇവിടെ ഓൾറെഡി നമുക്ക് ഹൈറ്റ് അറിയാം, കെട്ടിടത്തിന്റെ ഉയരമാണ് ഇവൻ മാക്സിമം സഞ്ചരിച്ച വെർട്ടിക്കൽ ഹൈറ്റ്. നമുക്ക് അറിയേണ്ടത് റേഞ്ചാണ്. ഇവിടെ നോക്കി, യു എന്നതാണ് വെലോസിറ്റി. നേരെ അറിയുന്നത്, അപ്പൊ ഇനീഷ്യൽ പോയിന്റിലെ വെലോസിറ്റി ഇങ്ങോട്ടേക്കാണ്. ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ ഇങ്ങനെ എറിയുമായിരുന്നു. അപ്പൊ അതറിയാൻ വേണ്ടി ഞാൻ ടാൻജന്റ് വരച്ചു. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഇങ്ങോട്ടേക്കായിരുന്നു. ഇവിടെയോ ഇനീഷ്യൽ വെലോസിറ്റി നേരെയാണ്. അപ്പൊ ഇതാണ് ഇത് യു. നമുക്ക് എക്സിലേക്കും വൈയിലേക്കും ഒന്ന് കമ്പൗണ്ട് ആക്കി നോക്കാം. ഇതിനെ പിന്നെ വൈയിലേക്ക് കമ്പൗണ്ട് ആക്കാനായിട്ട് ഒന്നും ഇല്ലല്ലോ, ഹൊറിസോണ്ടൽ ലൈനിലല്ലേ യു ഉള്ളത്. അപ്പൊ ഇത് തന്നെയാണ് എന്ത് യു എക്സ്. വെർട്ടിക്കൽ ഡയറക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് യു വൈ ഈസ് 0. ഇനി ഇങ്ങനെ വന്നു നോക്കി, ഈ പോയിന്റുകളിലൊക്കെ എന്ത് മാറുന്നുണ്ട്? യു എക്സ് മാറുന്നില്ല. ഇവിടെ യു എക്സ് തന്നെ, ഈ പോയിന്റിലും യു എക്സ് തന്നെ. കാരണം എന്നാ, എക്സ് ഡയറക്ഷനിലേക്ക് ഒരു ആക്സിലറേഷനും ഇല്ല, കുറയ്ക്കുന്നതോ കൂട്ടുന്നതോ ഒരു ആക്സിലറേഷനും ഇല്ല. ആക്സിലറേഷൻ ഉള്ളത് എവിടെയാ? താഴേക്ക്. ജി ഓൾവേസ് ആക്ട്സ് ഡൗൺവേർഡ്സ്. അപ്പോൾ ജി ആണ് താഴേക്കുള്ളത്. അതുകൊണ്ട് താഴേക്കുള്ള യു വൈ തുടക്കത്തിൽ 0 ആയിരുന്നു, പക്ഷേ ഓരോ പോയിന്റിലും വെവ്വേറെ ആയിട്ട് മാറുന്നുണ്ട്. വെലോസിറ്റി v is equal to u plus at. വെലോസിറ്റി v is equal to u plus at. എക്സിന്റെ കാര്യത്തിൽ ഇങ്ങനെ എടുത്തു, vx ux എത്രയാ? ഈ ux തന്നെ പ്ലസ് ax into t. ax 0 ആയതുകൊണ്ട് ux തന്നെയാണ് ഇത് വെലോസിറ്റി അറ്റ് എനി പൊസിഷൻ. വൈന്റെ കാര്യത്തിൽ ay, സോറി എ അല്ല, ഇത് യു, ഇത് മറക്കുക. യു വൈ ഇത് 0 ആണ്, പ്ലസ് ആക്സലറേഷൻ എല്ലാം വൈ ഡയറക്ഷൻ, അത് -g ആണ്. പിന്നെ -g into t എഴുതി കേട്ടോ. ടൈമിനനുസരിച്ച്, സമയം കൂടുന്നതനുസരിച്ച് g into t മാറുന്നുണ്ട്. t into g ചെയ്യുന്നതനുസരിച്ച് vy മാറുന്നുണ്ട്. വെലോസിറ്റി താഴേക്ക് എത്തുന്നറിയാൻ കൂടി വരും. അപ്പൊ നോക്കിയേ, ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്
ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് വരും. അപ്പം നോക്കി ടി ഇസ് ഈക്വൽ ടു ടി ആണ് എങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി എടുത്താൽ ഈ പോയിന്റിൽ വി വൈ എന്നാ വരും എന്നാലോചിക്ക്. നേരെ താഴേക്കുള്ള വി വൈ ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു ടി. യു ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് ഇവിടെ വൈയിൽ. ആക്സലറേഷൻ മൈനസ് ജി ആയതുകൊണ്ട് മൈനസ് ജി ഇൻറ്റു ടി. അപ്പൊ താഴേക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈനസ് തന്നെ ആവശ്യമില്ല. ജി ഇൻറ്റു ടി ആണിത് താഴേക്കുള്ള വെലോസിറ്റി. ഓക്കെ, അപ്പൊ താഴേക്കുള്ളത് ജി ഇൻറ്റു ടി, ഇത് യു എക്സ്, അതെന്നതാ യു തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും മക്കളെ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ജി ഇൻറ്റു ടി ഹോൾ സ്ക്വയർ. കേട്ടോ, ഇതാണ് ഫൈനൽ വെലോസിറ്റി. അപ്പൊ വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ളതെല്ലാം ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ അങ്ങോട്ട് പോയാൽ മതി. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എഴുതിയെടുത്തു, എഴുതിക്കോ. എ പ്രൊജക്ടൈൽ ഈസ് ഫയർഡ് ഹൊറിസോണ്ടലി വിത്ത് എ വെലോസിറ്റി ഓഫ് 98 meter per second. Initial velocity 98 meter per second. From the top of a hill 490 meter height. H എത്രയാ? 490 meter. Find the time taken by the projectile to reach the ground. So first question ചോദിച്ചേക്കുന്നത് t എത്രയാണ്. Second question, the distance of the point where the particle hits the ground from the foot of the hill. അപ്പോൾ ഈ ഡിസ്റ്റൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 6 ചോദിച്ചേക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ the velocity with which the projectile hits the ground. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെലോസിറ്റി ചോദിച്ചേക്കുന്നത്. എല്ലാം ഉണ്ട് ഈ ക്വസ്റ്റ്യൻ അത്. വീഡിയോ പോസ്റ്റ് ചെയ്തോ, എന്നിട്ട് ചെയ്ത് നോക്കി എത്ര കിട്ടുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ടൈം കാണാൻ വേണ്ടിയാണ്. ഓർമ്മയുണ്ടോ, നമ്മൾ ഇതിന്റെ കണക്ക് ചെയ്യാൻ നേരത്തെ ടൈം കാണാൻ വേണ്ടി എടുത്തത് എന്തായിരുന്നു? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. ഇവിടെ ഇരുന്ന കല്ല് മുകളിലേക്ക് പോയി താഴെ തന്നെ എത്തി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരുന്നു? 0 ആയിരുന്നു. പിന്നെ നമ്മൾ ഇക്വേറ്റ് ചെയ്തിരുന്നത് ടി കാണാനായിട്ട്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ടി ഈസ് ഈക്വൽ ടു 2u sin θ ബൈ ജി കിട്ടിയായിരുന്നു. ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ബാക്ക് പോയിട്ട് തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ കണക്കകത്ത് ടി കാണാൻ വേണ്ടി ഞാൻ എടുക്കുന്നു സെയിം കൺസെപ്റ്റ് ആണ്. S is equal to ut plus half a t square. ഞാൻ എടുക്കാൻ പോകുന്നത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. കല്ല് ഇവിടെയായിരുന്നു. കല്ല് എവിടെ എത്തി? ഇവിടെ വരെ എത്തി. വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാൽ ഈ ഹൈറ്റ് ആണ് കല്ല് സഞ്ചരിച്ചത്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 490 മീറ്റർ ആണ്. താഴേക്കാണ്. അപ്പൊ ഞാൻ എസിന്റെ അവിടെ എന്ത് അറിയോ? -490 is equal to ut. അപ്പൊ ഇത് എല്ലാം വൈയിലേക്കുള്ളത് എടുക്കണ്ടേ? യു വൈ ഇനീഷ്യൽ വെലോസിറ്റി വൈയില് ഹൊറിസോണ്ടൽ ആയിട്ട് അറിയാൻ നേരത്ത് മുകളിലേക്ക് ഒരു കമ്പോണന്റ് ഇല്ല. അപ്പൊ ഇത് 0 ആണ്. പ്ലസ് ഹാഫ് ആക്സലറേഷൻ എല്ലാം വൈ ഡയറക്ഷൻ. ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡയറക്ഷനിൽ വൈ ഉണ്ടോ? അല്ല, എ ഉണ്ടോ? എ ഉണ്ട്. ജി ഉണ്ടോ? താഴേക്കാണ്. അപ്പൊ മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ. അപ്പൊ മൈനസ് ഹാഫ് ജി എത്രയാ? 9.8 ഇൻറ്റു ടി സ്ക്വയർ. ഇതാണ് ഇത് -490. മൈനസും മൈനസും വെട്ടിപ്പോയി 490 ഇസ് ഈക്വൽ ടു ഇത് എത്ര കിട്ടി? 4.9 ഇൻറ്റു ടി സ്ക്വയർ. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ എന്ത് പറ്റും? 4.9 ഇവിടെ വന്നാല് എത്ര പ്രാവശ്യം പോകും? 100 പ്രാവശ്യം പോകും അല്ലെ? 100 ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ വിച്ച് ഇംപ്ലൈസ് ടി ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ്സ്. അപ്പൊ ടൈം കിട്ടി 10 സെക്കൻഡ്സ്. ഇനി ചോദിച്ചേക്കുന്നത് റേഞ്ച് ആണ്. റേഞ്ച് സിമ്പിൾ ലോജിക്. എനിക്ക് തുടക്കത്തിൽ 10 സെക്കൻഡ് സമയമാണ് മൊത്തം എടുത്തത്. തുടക്കത്തിലെ ഇനിഷ്യൽ വെലോസിറ്റി യു എക്സ് എത്ര തന്നേക്കുന്നത്? 98. ഇതിന് മാറ്റമുണ്ടോ? ഇല്ല. ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി ആണ് ഇതിന് റേഞ്ചിന് കാരണമായത്. അപ്പൊ ഞാൻ എഴുതുകയാണ് ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ചുമ്മാ എഴുതാണ്. എല്ലാം എക്സിലേക്കുള്ള എടുത്ത് നോക്കാം. ഇതല്ലേ കാണണേ? എക്സിലേക്കുള്ളൂ. അപ്പോൾ എസ് എക്സിലെ ഡിസ്റ്റൻസ് ഇതിനെ വിളിക്കുന്നതാണ് ആർ ഇസ് ഈക്വൽ ടു യു എക്സ് എത്രയാണ്? 98 ഇൻറ്റു എത്ര സമയം എടുത്ത്? 10 സെക്കൻഡ് പ്ലസ് ഹാഫ്
ആക്സിലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ ഇല്ല, എക്സിലേക്ക് ഇല്ല, അപ്പോൾ എന്തായി പോയി, 0 ആയിപ്പോയി. അപ്പോൾ 98 പത്രത്തിന് 980. ഇതാണിത് റേഞ്ച് 980 മീറ്റർ. ഇനി അടുത്തത് വെലോസിറ്റി വെച്ചേക്കുന്നത്. ഇവിടുത്തെ വെലോസിറ്റി, ഈ കല്ല് ഇങ്ങനെ വന്ന് ഇടിച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇങ്ങനെ പോകേണ്ടത് ഭൂമികളിലേക്ക് ഇങ്ങനെ പോകേണ്ടത് ഫൈനൽ പോയിന്റിലെ വെലോസിറ്റി വെച്ചത് ഇങ്ങോട്ടേക്ക്. നമുക്കറിയാം ഇനിഷ്യൽ വെലോസിറ്റി 98 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടുത്തെ ഈ എക്സ് ആക്സിസിലെ വെലോസിറ്റി 98 മീറ്റർ പെർ സെക്കൻഡ് ആണ്, സംശയമില്ല. നമുക്ക് കാണേണ്ടത് ഈ ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റിയാണ്, വൈയിലേക്കുള്ളത് കാണാൻ വേണ്ടി v = u + a × t, എല്ലാം വൈയിലേക്കുള്ളത്. vy = uy, അത് 0 ആണ്, ആക്സിലറേഷൻ -g ആണ്, × t ആണ്. മൈനസ് g എത്രയാ, 9.8 × t എത്രയാ, 10, അതായത് -98 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്, y ഡയറക്ഷനിലെ വെലോസിറ്റി. അപ്പൊ ഈ പോയിന്റിലെ y ഡയറക്ഷൻ വെലോസിറ്റി 98 മീറ്റർ പെർ സെക്കൻഡ്. മൈനസ് ഒന്നുകൊണ്ടാ, താഴേക്കായതുകൊണ്ട്. അപ്പൊ ഇത് 98, ഇതും 98. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് വെലോസിറ്റി, അപ്പൊ നോക്കി ഈ വെലോസിറ്റി ഞാൻ വെക്ടർ ഫോമിൽ എഴുതുക. വെലോസിറ്റി v = 98 i ക്യാപ്പ് പ്ലസ് 98, ഇതെങ്ങോട്ടാ, താഴേക്കല്ലേ. അപ്പൊ എക്സിലേക്കുള്ളത് ഞാൻ 98 എഴുതി കഴിഞ്ഞു, വൈയിലേക്കുള്ളത് എങ്ങോട്ടേക്കാ, വൈ താഴേക്കാണ്. അപ്പൊ -j, അപ്പൊ ഞാൻ ആ മൈനസ് എഴുതിയിട്ട് ഇങ്ങനെ എഴുതും, 98i - 98j. ഇനി ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനാ ചെയ്യണ്ടേ, അളവ് കാണാനായിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പോണന്റിനൊക്കെ സ്ക്വയർ എടുത്ത് കൂട്ടിയിട്ട് റൂട്ട് എടുക്കുക. അപ്പോൾ √98² + 98² എത്ര വരും, 2 × 98ന്റെ സ്ക്വയർ. 98ന്റെ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് 98 ആയി. അപ്പോൾ 98 × √2, ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഇനി ഡയറക്ഷനോ, നമുക്കൊരു പണി ചെയ്യാം. ഈ ആംഗിളിന് ആൽഫ എന്ന് പേര് കൊടുക്കാം. ഇത് 98 ആണെങ്കിൽ ഈ ഡയറക്ഷൻ എത്രയാവും, ഇത് എത്രയാവും, 98 തന്നെ. അപ്പൊ tan ആൽഫ = 98/98, അതെത്രയാ, 1. therefore ആൽഫ = tan inverse 1. tan inverse 1 എത്രയാ, 45 ഡിഗ്രി. സംശയമുള്ളവർക്ക് കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. അപ്പൊ ഇത് എത്രയാ, 45 ഡിഗ്രി. മാഗ്നിറ്റ്യൂഡ് എത്രയാ, 98 √2. അത് ഗുണിച്ച് നോക്കിയാൽ എത്രയാണ്, √2 × 98. അപ്പൊ അതോടെ എഴുതാം, ആംഗിളും എഴുതാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കണക്കുകൾ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഫ്ലൈറ്റിന്റെ കണക്ക് ചെയ്യാം. എ ബോംബ് ഈസ് റിലീസ്ഡ് ഫ്രം ആൻ എയറോപ്ലെയിൻ ഫ്ലൈയിങ് അറ്റ് എ സ്പീഡ് ഓഫ് 720 km/h. അപ്പൊ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അത് പറക്കുന്ന സ്പീഡ് u തന്നിട്ടുണ്ട് 720 km/h. In the horizontal direction 800 meter above the ground. അപ്പോൾ horizontal direction ആണ്, അത് 800 meter above ground. അപ്പോൾ a bomb is released from an aeroplane flying at a speed of 720 km/h in the horizontal direction 8000 meter above the ground. At what horizontal distance from the initial position of aeroplane it strikes the ground? നോക്കി, ഇവിടെയാണ് നമ്മുടെ എയറോപ്ലെയിൻ കേട്ടോ. ഇവിടെ നിന്ന് ഒരു എന്നാ ഇട്ടേക്കുന്നത്, ഒരു ചെറിയൊരു ബോംബ് ഇട്ടിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ബോംബ് ഇട്ടു. അപ്പോൾ എത്ര മീറ്റർ പെർ സെക്കൻഡിലാണ് പോണേ, 720 km/h എന്ന് പറഞ്ഞാൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. എത്ര പ്രാവശ്യം പോകും മക്കളെ, 40, 4 20, 200 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് km/h ചെയ്യാൻ പറ്റില്ല, മീറ്റർ പെർ സെക്കൻഡാണ് ചെയ്യാനായിട്ട്. അപ്പൊ അത്രയും മീറ്റർ പെർ സെക്കൻഡ് ഇവൻ പോകുന്നത് ഇങ്ങോട്ടേക്ക്. ഇവിടുന്ന് ഒരു ബോംബ് ഇടുകയാണ്. ഈ ബോംബ് എങ്ങനെയാ, ഫ്ലൈറ്റിന് ഇടാൻ നേരത്ത്, ഫ്ലൈറ്റ് മുമ്പ് നല്ല സ്പീഡിൽ പോവാണ്. അപ്പൊ നേരിടാൻ നേരത്ത് ബോംബ് എന്ത് ചെയ്യും, ബോംബിന് ആ ഒരു നോക്കി, ഇവിടെ ഇരുന്ന ഒരാളാണ് ഇടുന്നത്. ആ ആൾക്ക് എന്ത് വെലോസിറ്റി ഉണ്ട്, 200 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി അയാളെ കൈ വഴി ഈ ബോംബിന് കിട്ടുവാണ്. ഈ ബോംബ് ഇങ്ങനെ പോയിട്ട് വീഴും. ഓക്കെ, ഈ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫ്ലൈറ്റിൽ നിന്ന് ഇവിടം വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചേക്കുന്നത്. ഇത് എത്ര ഹൈറ്റ് വന്നേക്കുന്നത്, 8000 മീറ്റർ. പോസ് ചെയ്തോ, എന്നിട്ട് ചെയ്ത് നോക്കിയോ. വാട്ട് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലേ, അത്രേ ഉള്ളൂ.
അപ്പൊ നോക്കിയേ, നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ റേഞ്ചാണ്. റേഞ്ച് കാണാനായിട്ട് ഇവിടുത്തെ നമുക്ക് തൊട്ടുമ്പോ പഠിച്ചില്ലേ, ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി അതെത്രയാ, യു എക്സ്, അതേ ഇൻറ്റു ടി ചെയ്താൽ മതി ഈ റേഞ്ച് കിട്ടാനായിട്ട്. കാരണം ഇങ്ങോട്ടേക്കുള്ള മോഷന് കാരണമായിട്ട് യു എക്സ് മാത്രമേ ഉള്ളൂ. അതിനാണെങ്കിലോ ഒരു ആക്സലറേഷൻ ഇല്ലതായിരുന്നു ആ ഡയറക്ഷനിൽ. ഇനി എളുപ്പമല്ലേ, നമുക്ക് ആറ് കാണാനായിട്ട് യു എക്സ് ഇൻറ്റു ടി ചെയ്താൽ മതി. യു എക്സ് എത്രയാ, 200 മീറ്റർ പെർ സെക്കൻഡ്. ടി എത്രയാ, ടി കാണാൻ വേണ്ടി എളുപ്പമുണ്ട്. നമുക്കറിയാം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കാര്യം എടുത്താൽ മതി. സമയം കാണാൻ വേണ്ടി എപ്പോഴും എടുക്കേണ്ടതാണ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എത്രയാ, താഴെയാണ്, -8000. യു ഇൻറ്റു ടി, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, പ്ലസ് ഹാഫ് ഓഫ് ആക്സലറേഷനോ -9.8. അവർ 10 എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. 10 എടുത്തു. -10 ഇൻറ്റു ടി സ്ക്വയർ. 2 വെട്ടിപ്പോയി, -5 ആയി. മൈനസും വെട്ടിപ്പോയി. 8000 is equal to 5 ടി സ്ക്വയർ. ഇവന് ഇവിടെ വന്നാലോ 5 എത്ര പ്രാവശ്യം പോവും, 16 പ്രാവശ്യം അല്ലേ? അല്ലേ 1600. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 40 കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്നാ കാണണ്ടേ, ഈ ഡിസ്റ്റൻസ്. റേഞ്ച് ഈസ് ഈക്വൽ ടു യു എക്സ് ഇൻറ്റു ടി. യു എക്സ് എത്രയാ, 200 ഇൻറ്റു 40. എത്ര കിട്ടും, 8000 മീറ്റർ. ഇത്രയേ ഉള്ളൂ. 8000 മീറ്റർ അപ്പുറത്ത് വെച്ച് ആൻസർ ശരിയാണോ നോക്കി. 8000 മീറ്റർ അപ്പുറം വെച്ചിട്ട് ഈ സാധനം ഇവിടെ കിട്ടും. ഇനി ഇതിനകത്ത് ഒത്തിരി കണക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. ബോംബ് എവിടെ വീഴും, ഇനി ഒരു ഭക്ഷണപ്പൊതി ഇടുന്നെങ്കിൽ അത് പിടിക്കാനായിട്ട് ഒരാൾ എവിടെ പോയി നിൽക്കണം, അല്ലെങ്കിൽ ഒരു കെട്ടിടം എവിടെയുണ്ട്, ഈ കെട്ടിടത്തിലേക്ക് കറക്റ്റായിട്ട് ഭക്ഷണപ്പൊതി എത്താൻ വേണ്ടി ഫ്ലൈറ്റ് എവിടെ നിന്ന് എത്ര ദൂരം ഇപ്പുറത്ത് നിന്ന് എറിയണം, എല്ലാത്തിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മുടെ ഒരു പഴയകാല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. വാല്യൂസ് വെവ്വേറെയാണെന്നേ ഉള്ളൂ. കാര്യം മനസ്സിലായല്ലോ. ശ്രദ്ധിക്കേണ്ടത് ഈ എക്സ് ഡയറക്ഷനിലേക്ക് ഒരൊറ്റ വെലോസിറ്റി ഉള്ളൂ, യു എക്സ്. അതേ ഇൻറ്റു ടൈം ചെയ്താൽ എനിക്ക് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ടൈം കാണാൻ വേണ്ടി വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. ഇത്രേ ഉള്ളൂ. നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ. കിട്ടുമോ നോക്കാം. സേ 2011 a food packet is dropped from a plane flying horizontally. ഇവിടുന്ന് ഒരു ഫുഡ് പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യാം. Sketch the path of the falling food packet. ഇത് പോകുന്ന വഴി വരയ്ക്കാനായിട്ട് ഇതെങ്ങനെ പോകും, ഇങ്ങനെ പോകും. ഒരു മാർക്ക് കിട്ടി. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, if the time taken by the packet to reach the earth surface is 6 seconds. അപ്പൊ ടൈം തന്നിട്ടുണ്ട് 6 സെക്കൻഡ്സ് ആണ്. Calculate the height from which the packet is dropped. Take G10. G 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചേക്കുന്നത് ഹൈറ്റും ടൈമും കുറച്ചും പറഞ്ഞതായി. S is equal to ut plus half a t square. ഹൈറ്റ് വൈയിലേക്കുള്ളതാണ്. എസ് വൈ യു വൈ എ വൈ. എസ് വൈ ആണ് ഈ കാണേണ്ടത്, അതായത് ഡിസ്പ്ലേസ്മെന്റ്. യു വൈ ഹൊറിസോണ്ടലുള്ള ഒരു എറിയാൻ നേരത്ത് അതിന് വെർട്ടിക്കലായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. ഇത്ര നേരം ചെയ്ത കാര്യം. 0 പ്ലസ് ഹാഫ് ആക്സിലറേഷൻ വൈ, താഴേക്കാണ് ആക്സിലറേഷൻ. ആരാ ഉള്ളത്, ജി ആ താഴേക്കുള്ള, എല്ലാ ഭാഗത്തും ജി ആവും. അപ്പോൾ മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ. ടി എത്രയാ, 6 സെക്കൻഡ് സമയം. അപ്പോൾ 6 സ്ക്വയർ. അപ്പോൾ മൈനസ് ജി എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡ് ബൈ 2. ജി എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡ് ബൈ 2 ഉണ്ട് ഇൻറ്റു 6 സ്ക്വയർ 36. ഇത് എത്രയാ, 5. അല്ലെങ്കിൽ നോക്കിയേ, എല്ലാം ബുദ്ധിപൂർവ്വം ചെയ്യണം. ബുദ്ധി ഇല്ലെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും.
10/2 ഉണ്ട്, 36 ഉണ്ട്. ഇതും വെട്ടിക്കളഞ്ഞാൽ 18. 10 × 18 എത്രയാണ്? 180. ഒരു മൈനസ് ഉണ്ട്. -180 എസ് വൈ എന്ന് പറഞ്ഞാൽ ഈ കല്ലിന്റെ കല്ലല്ല, ഫുഡിന്റെ, ഇവിടെ ഫുഡല്ല ഇറങ്ങി. അപ്പോൾ ഫുഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് -180 ആണ്. എന്ന് വെച്ചാൽ അവൻ താഴേക്ക് 180 പോയിന്ന്. അപ്പൊ h = എത്ര കിട്ടി? h = 180 മീറ്റർ. ഇതായിരുന്നു നമ്മുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ. ഇത് സിമ്പിളാ. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. സെയിം മോഡലാണ്. എ ബോഡി ഈസ് ത്രോൺ horizontally from the top of a tower and strikes the ground after 3 seconds at an angle of 45 degree with the horizontal. അപ്പോൾ ഒരു കല്ല് എറിഞ്ഞു ടവറിന്റെ പൊക്കത്ത് നിന്ന് find the height of the tower and the speed with which the body was projected. Take G 9.8 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഒരു 10 എടുക്കാൻ സമ്മതിച്ചുള്ളൂ. ടൈം എത്രയാ? 3 സെക്കൻഡ്സ്. വേറെ ഒന്നും തന്നിട്ടില്ല അല്ലേ? ചോദിച്ചേക്കുന്നത് ഇവര് ഈ പുള്ളിക്കാരൻ ഇവിടെ ഒന്ന് വീണ ആംഗിൾ വന്നിട്ടുണ്ട് 45 ഡിഗ്രി. ഏതാ ആംഗിൾ മക്കളെ? ഇത് 45 ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതോ ആണെങ്കിൽ 45 ഡിഗ്രിയാണ് വന്നിട്ടില്ല. അങ്ങനെ 45 ഡിഗ്രി വിത്ത് ദി ഹൊറിസോണ്ടൽ. ഇതാണ് 45 ആണ്, കുഴപ്പമില്ല. അങ്ങനെ 60 ഡിഗ്രി ആയതിനെ എതിർക്കായിരുന്നു ഇത് കേട്ടോ. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ തന്നേക്കുന്നത്. ഇതാ എടുക്കട്ടെ. ഇവിടെ തന്നേക്കുന്നത് 45 ഡിഗ്രിയാണ്. 3 സെക്കൻഡ് സമയമുണ്ട്. ഓക്കെ, വേറെ ഒന്നും തന്നിട്ടില്ല നമുക്ക്. ടൈമും ഹൈറ്റും അങ്ങനെ ബന്ധപ്പെട്ടതല്ലേ. S = ut + ½ at². u × t 0 കാരണം y ഡയറക്ഷൻ ഞാൻ ഇപ്പോൾ എടുക്കുന്നത്, ഇവിടെ എടുക്കുന്നത് h ആണ്. ഡിസ്പ്ലേസ്മെന്റ് h ആണ്. ഹാഫ് ഇത് 0 ആയിരിക്കും കാരണം വെർട്ടിക്കൽ ഡയറക്ഷൻ വെലോസിറ്റി ഇല്ലല്ലോ. ഇപ്പൊ ഹാഫ് ആക്സലറേഷൻ നമ്മുടെ -g × t എത്രയാ? 3². അപ്പോൾ എന്നാ കിട്ടി? ഹാഫ് മൈനസ് ഉണ്ട്, g എത്രയാ? 9.8 × 9. എത്രയാ നോക്കി? 44.1 മീറ്റർ. അപ്പോൾ ഹൈറ്റ് കിട്ടി 44.1. ഓക്കെ, ഇനി ചോദിച്ചേക്കുന്നത് എന്നാ? എത്ര ഇനീഷ്യൽ വെലോസിറ്റി എന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയ മക്കളെ, ഈ കല്ല് ux വെലോസിറ്റി എത്തുന്ന വിചാരിക്കാം. ഇവിടുത്തെ കമ്പോണന്റ് എന്നായിരിക്കും? ux തന്നെ. താഴത്തെ എന്നതായിരിക്കും? v. അത് നമുക്ക് കണ്ടുപിടിക്കാം. v = u + a × t. u ഇനീഷ്യൽ വെലോസിറ്റി y ഡയറക്ഷനിൽ ഒന്നുമില്ല. 0 + a എന്ന് പറഞ്ഞാൽ -g ആണ്. t എത്രയാ? 3 ആണ്. അപ്പോൾ -g എന്ന് പറഞ്ഞാൽ എത്രയാ? 9.8 × 3. ഓക്കെ, -9.8 × 3 അത് ഗുണിക്കണ്ട, ഇത്രയും കിടന്നോട്ടെ. മൈനസ് വരാൻ കാരണം താഴേക്ക് ആയതുകൊണ്ട്. അപ്പൊ ഇതിന്റെ അളവ് കിട്ടി 9.8 × 3. ഇവിടെ നോക്കി ആംഗിൾ 45 ഡിഗ്രി ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു വര വരയ്ക്കുക. ഇവിടെ നോക്കി tan 45 50 ആയിക്കോളൂ. അതിനെ പറ്റി tan 45 = ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഈ സൈഡ് ഏതാ? ux. ഈ താഴേക്കുള്ളത് എന്നാ? ഈ ദൂരം. വെക്ടർ അല്ലേ? വെക്ടർ റെസൊല്യൂഷൻ ചെയ്ത പോലെ. അപ്പോൾ ഓപ്പോസിറ്റ് എന്നതാ? vx. അഡ്ജസന്റ് ഓഫ് ux. vx എന്നതാ? 9.8 × 3 ഡിവൈഡ് ബൈ ux. tan 45 എത്രയാ? 1. അപ്പൊ ux ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തേ. ux = 9.8 × 3. സെയിം കിട്ടി. ഇത് വരുന്നതാ 9.8 × 3 തന്നെ. ഇനി ഗുണിച്ചെഴുതിക്കും. അപ്പൊ നമുക്ക് വെലോസിറ്റിയുടെ x കമ്പോണന്റ് കിട്ടിക്കഴിഞ്ഞു. ഇതാ ചോദിച്ചേക്കുന്നത്. ഈ വെലോസിറ്റിയിലാണ് ഇവൻ ഇവിടുന്ന് ഇറങ്ങിയേക്കുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. സ്പീഡ് എത്ര ചോദിച്ചിട്ടുണ്ട്.
നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചു, അതിന്റെ എക്സും കണ്ടുപിടിച്ചു, വൈയും കണ്ടുപിടിച്ചു. സ്പീഡ് കാണാനോ? സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ്. ഈ വെലോസിറ്റിന്റെ വെക്ടർ ഫോം എങ്ങനെയാണ്? വെലോസിറ്റി v is equal to ux I cap പ്ലസ് uy j cap. അതായത് എക്സിലുള്ളത് i പ്ലസ് വൈയിലുള്ളത് j. ഇവിടെ മൈനസ് j വരും, കാരണം താഴേക്കായതുകൊണ്ട്. ux എത്രയാ? 9.8 ഇൻറ്റു 3 i cap പ്ലസ് uy 9.8 ഇൻറ്റു 3 j cap മൈനസ് ആണ്. മാഗ്നിറ്റ്യൂഡ് കാണാനായിട്ട് ഇതാണ് വെക്ടർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അതിനെ പറഞ്ഞാൽ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് 9.8 ഇൻറ്റു 3ന്റെ സ്ക്വയർ പ്ലസ് 9.8 ഇൻറ്റു 3ന്റെ സ്ക്വയർ. മക്കളെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം കേട്ടോ. 9.8 ഇൻറ്റു 3 അത്രയും ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ കിട്ടുന്നതാണ് എന്ത്? വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്ത് പഠിക്കാനായിട്ട്. അപ്പോൾ ഒരു ടവറിന്റെ മുകളിൽ നിന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള പ്രൊജക്റ്റൈൽ മോഷന്റെ ഏകദേശം ഇത്രയും പ്രോബ്ലംസ് ഒക്കെ മതി. അപ്പം നമുക്കിനി വേറൊരു ടൈപ്പ് പ്രൊജക്റ്റൈൽ മോഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.